നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയ ശേഷം. പാലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക പ്രാർത്ഥന. തൃശൂർ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദ് പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. മാള പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുന്നംകുളം ചൊവ്വനൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചിറമനേങ്ങോട് സ്വദേശി മുഹമ്മദ് അൻസിൽ. അപകടം ഇന്ന് പുലർച്ചെ. വാർത്തകൾ വിശദമായി. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് കേരളത്തിൽ മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മതവും മതമൂല്യങ്ങളും മനുഷ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ഒറ്റപ്പാലം മസ്ജിദുൽ മനാർ ഇമാം ഇദ്രീസ് സൊലാഹി. KNM ഒറ്റപ്പാലം ശാഖ BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ പെരുന്നാൾ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം BEM UP സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 7:30യോടെയാണ് ഈദ്ഗാഹ് ആരംഭിച്ചത്. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മതവും മതമൂല്യങ്ങളും മനുഷ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് പെരുന്നാൾ സന്ദേശം നൽകിയ മസ്ജിദുൽ മനാർ ഇമാം ഇദ്രീസ് സൊലാഹി ചൂണ്ടിക്കാട്ടി. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന പ്രവാചകവചനം എല്ലാ തരത്തിലുള്ള വർഗീയ വിഭാഗീയ ചിന്തകൾക്കും എതിരെയുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പൗരത്വ നിയമങ്ങളും ഏക സിവിൽ കോഡുമൊക്കെ നാം ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ നിഷേധമാണെന്നും ഭരണാധികാരികൾ ഇത്തരം നിയമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അസ്ഹരി നേതൃത്വം നൽകി. പള്ളി വൈസ് പ്രസിഡന്റ് പുറക്കോട്ടിൽ ഹംസ, സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, മുൻ ട്രഷറർ മുഹമ്മദ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാളാഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി കോട്ടായി മേഖലയിലെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ബുധനാഴ്ച രാവിലെ മുതൽ ഈദ്ഗാഹുകളിലും പള്ളിയിലും പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് നിരവധി വിശ്വാസികളാണ്. പറളി എടത്തറ 5-ാം മൈൽ നൂറുൽ ഹുദ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹയുദ്ദീൻ നമസ്കാരത്തിനും പെരുന്നാൾ ഗുത്തുബയ്ക്കും നേതൃത്വം നൽകി. കോട്ടായി ഓടന്നൂർ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും NP ഷാഹുൽ ഹമീദ് നേതൃത്വം നൽകി. മാത്തൂർ മുലോട് മസ്ജിദുൽ ഹുദയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും അബ്ദുൽ ഗഫൂർ നേതൃത്വം നൽകി. കോട്ടായി സെൻട്രൽ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അഷ്റഫ് ഫൈസി നേതൃത്വം നൽകി. കിണാവല്ലൂർ വഴുക്കപ്പാറയിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഷൗക്കത്ത് മൗലവി പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും നേതൃത്വം നൽകി. കല്ലൂർ മസ്ജിദുൽ യഗീനിൽ സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരത്തിനും ഗുത്തുബയ്ക്കും മൂസ ഉമരി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് സെയ്ദലവി ഫൈസി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു. ഈദ്ഗാഹിന്റെ ഭാഗമായി മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിലും പത്തിരിപ്പാല മക്ക മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാര ചടങ്ങുകളുടെ ഭാഗമായി പലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ ഇനിയുള്ള കാലങ്ങളിലും മുറുകെ പിടിക്കണമെന്നും വെറുപ്പും വിദ്വേഷങ്ങളും മാറ്റി നിർത്തേണ്ടതുണ്ടെന്നും കൊട്ടക്കുന്ന് പള്ളി ഫൈസി ആഷിഖ് കാരാകൃഷി. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ഗുത്തുബ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പള്ളിയിൽ രാവിലെ 8 മണിക്ക് നടന്ന ജുമുഅ നമസ്കാരത്തിൽ ചെറിയ കുട്ടികളടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. പത്തിരിപ്പാല മക്ക മസ്ജിദിന്റെ നേതൃത്വത്തിൽ മൗണ്ട് സീനയിൽ നടന്ന ഈദ്ഗാഹിലും വനിതകളടക്കം 1000-ലധികം ആളുകൾ പങ്കാളികളായി.
സമാധാനവും സന്തോഷവും ഐക്യവും കാത്തുസൂക്ഷിക്കാൻ മുസ്ലിം സമുദായം മുൻകൈയെടുക്കണമെന്നും ഇമാം ബുഷൈറുദ്ദീൻ ഷർഗി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. അറസ്റ്റിലായ അഭിനന്ദിനെ സംഭവസ്ഥലത്തും കുത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചുവെച്ച കരുവന്നൂർ പുഴയോരത്തുള്ള ചുണ്ടക്കടവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചൂണ്ടക്കടവിൽ നിന്ന് കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ചുണ്ണാമ്പ് തെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ്. ഇയാൾ കോടതിയിൽ നിന്ന് അപ്പീൽ ജാമ്യമെടുത്താണ് പുറത്തിറങ്ങിയത്. ഇക്കഴിഞ്ഞ 3-നാണ് മൂർക്കനാട് ക്ഷേത്ര ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷമുണ്ടായത്. മുമ്പ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആനന്ദപുരം സ്വദേശി സന്തോഷ് പിന്നീട് ചികിത്സയിലിരിക്കെയും മരണപ്പെട്ടു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട ഒന്നാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ, സേലം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാള പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പ്രധാന പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ശ്യാമോൻ, മീത്തല സ്വദേശി സാലിഹ് എന്നിവരാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MC കുഞ്ഞുമൊയ്തീൻ, മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 30-ന് രാവിലെ 11 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. പണയത്തിലിരിക്കുന്ന സ്വർണമെടുപ്പിക്കാൻ എന്ന വ്യാജേന സംഘത്തിൽ ഉൾപ്പെട്ട സ്ത്രീ കോഴിക്കോട് സ്വദേശിയായ ശ്യാംലാലിനെ പൊയ്യ ബിവറേജിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തി. ഇവരുടെ സഹോദരനെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ യുവാവ് ശ്യാംലാലിനെ ബിവറേജ് ജംഗ്ഷനിൽ നിന്നുള്ള കഴിഞ്ഞിത്തറ റോഡിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വഴിയിൽ കാത്തുനിന്ന സാലിഹും ഷാമോനും കൂടി ചേർന്ന് ആക്രമിച്ച് 5.5 ലക്ഷം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MC കുഞ്ഞുമൊയ്തീൻകുട്ടി, മാള ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിറ്റേന്നു തന്നെ പോലീസിന് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. 2ാം പ്രതി ഷാമോനെ ബാംഗ്ലൂർ യലഹങ്കയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് അന്വേഷണ സംഘം യലഹങ്ക പോലീസിന്റെ സഹായത്തോടെ സാഹസികമായി പിടികൂടിയത്. 3ാം പ്രതി സാലിഹിനെ മേത്തലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം ചൊവ്വനൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് 18-കാരന് ദാരുണാന്ത്യം. ചെറുമനേങ്ങാട് സ്വദേശി ഖലീലിന്റെ മകൻ മുഹമ്മദ് അൻസിലാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അൻസിൽ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അൻസിലിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ചിറമനേങ്ങാട് സ്വദേശി ഖലീലിന്റെ മകനാണ് മുഹമ്മദ് അൻസിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പക്കാവിൽ 10,000 അശ്വതിക്കാവ് തീണ്ടി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസിദ്ധമായ അശ്വതിക്കാവ് തീണ്ടലിന് കോമരങ്ങളും ഭക്തജനങ്ങളും എത്തിയിരുന്നു. ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ പല്ലക്കിൽ ബലിപ്പുരയിലെത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവതിക്ക് ചികിത്സ വിധിക്കുന്ന പാലക്കൽ വേലൻ ദേവിദാസൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ടിരുന്നു. കുന്നത്തുമഠം പരമേശ്വരനുണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥനടികൾ എന്നിവർ ചേർന്നാണ് പൂജകൾ നിർവഹിച്ചത്. പൂജകൾ പൂർത്തിയാക്കി അടികൾമാരും വലിയ തമ്പുരാനും ക്ഷേത്രം തന്ത്രിയും മറ്റ് പരിവാരങ്ങളും കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. തമ്പുരാൻ അടികൾമാർക്ക് അധികാരദണ്ഡ് കൈമാറി. തുടർന്ന് നിലപാടുതറയിൽ എഴുന്നള്ളിയ തമ്പുരാൻ കാവുതീണ്ടുവാൻ അനുമതി നൽകുന്നതിന്റെ അടയാളമായി കോയ്മ ചെമ്പട്ടുകുട ഉയർത്തിക്കാണിച്ചു. കിഴക്കേ നടയിലെ നിലപാടുതറയ്ക്ക് മുകളിൽ ചെമ്പട്ടുകുട ഉയർന്നു പൊങ്ങിയതോടെ കാത്തുനിന്ന കോമരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇരമ്പിയാർത്ത് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് അശ്വതിക്കാവ് പൂകി.
പാലക്കൽ വേലനാണ് ആദ്യം കാവ് തീണ്ടിയത്. പിന്നാലെ കോമരങ്ങളും ഭക്തരും കാവ് തീണ്ടി. തുടർന്ന് നിലപാടു തറയിലെത്തി വലിയ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ എൻ രാധാകൃഷ്ണൻ അനുസ്മരണം നടന്നു. ഭാരതീയ ജനസംഘത്തിന്റെ ഷൊർണൂരിലെ സ്ഥാപക നേതാവായിരുന്നു വെളുത്തേടത്ത് പറമ്പിൽ എൻ രാധാകൃഷ്ണൻ. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു അനുസ്മരണ യോഗം. ഭാരതീയ ജനസംഘത്തിന്റെ ഷൊർണൂരിലെ സ്ഥാപക നേതാവായിരുന്നു എൻ രാധാകൃഷ്ണൻ. അനുസ്മരണ യോഗത്തിൽ BJP ദേശീയ കൗൺസിൽ അംഗം വി രാമൻകുട്ടി പ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, പാലക്കാട് DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, MP സതീഷ് കുമാർ, K പരമേശ്വരൻ മാസ്റ്റർ, MB മുകുന്ദൻ, C മധുസൂദനൻ, EP നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. ചെയർമാനായതിനു ശേഷം ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങളെല്ലാം പറയുകയും ചെയ്ത അടുപ്പമുള്ള ആൾ കൂടിയായിരുന്നു രാജൻ എന്ന് പറയാതിരിക്കാനുള്ളതാണ്. ഒരുപാട് കാലം അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്രസേനാ വിഭാഗമായ CRPFും പട്ടാമ്പി പോലീസും സംയുക്തമായി പട്ടാമ്പിയിൽ വിവിധ പ്രദേശങ്ങളിലും റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്. കേന്ദ്രസേനാ വിഭാഗമായ CRPFും പട്ടാമ്പി പോലീസും സംയുക്തമായാണ് പട്ടാമ്പി ടൗൺ, വല്ലപ്പുഴ സെന്റർ, ഓങ്ങല്ലൂർ മുതൽ കാരക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയത്. അമ്പതോളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്രസേനാ വിഭാഗമായ CRPF റൂട്ട് മാർച്ച് നടത്തിയത്. വിവിധ പ്രശ്നബാധിത പ്രദേശങ്ങളിലും സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ റൂട്ട് മാർച്ചുകൾ നടത്തുന്നത്. നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക, പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ സൗദ സംഗമം നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് 4ാമതും ജില്ലയിൽ 1ാം സ്ഥാനവും നേടിയ പരുതൂർ പഞ്ചായത്തിന് ബ്ലോക്കിന്റെ പ്രത്യേക ഉപഹാരം കൈമാറി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് റംസാൻ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ 4ും ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ പരുത്തൂർ പഞ്ചായത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ചടങ്ങിൽ വെച്ച് പരുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്രിയയ്ക്ക് കൈമാറി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷനായി. വി അഹമ്മദ് കുഞ്ഞി, സജിത വിനോദ്, PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, PT മുഹമ്മദ് കുട്ടി, PTM ഫിറോസ്, PK ബഷീർ, MK മുഹമ്മദ്, ഷെഫീന ഷുക്കൂർ, P പ്രസന്ന, KS സരിത, K ബിന്ദു, മുനിസിപ്പൽ കൗൺസിലർ CA റാസി, KM മുജിബുദ്ദീൻ, ബ്ലോക്ക് സെക്രട്ടറി KK സുപ്രഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാനിംഗ് ബോർഡ് അംഗം വിജയൻ പൂവക്കോട് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മസമർപ്പണത്തിന്റെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000. കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയ ശേഷം. പാലസ്തീൻ ജനതയ്ക്കായി പ്രത്യേക പ്രാർത്ഥന. തൃശൂർ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതി പിടിയിൽ. 1ാം പ്രതി മൂർക്കനാട് സ്വദേശി 26 വയസ്സുള്ള അഭിനന്ദ് പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. മാള പൊയ്യയിൽ കോഴിക്കോട് സ്വദേശിയെ ആക്രമിച്ച് 5.5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുന്നംകുളം ചൊവ്വനൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചിറമനേങ്ങോട് സ്വദേശി മുഹമ്മദ് അൻസിൽ. അപകടം ഇന്ന് പുലർച്ചെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.